ഓണമൊക്കെ എവിടെ വരെയായി? ഞങ്ങളുടെ ഓണം ഭയങ്കര തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഓണം ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങളുടെ മകന്റെ ഉണ്ടോണാണ് ട്ടോ. അപ്പൊ പൂക്കളം ഇടലും ഓണസദ്യ ഉണ്ടാക്കലും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് തൃമ്മ കലശായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ അതുകൊണ്ട് നമുക്ക് ക്ലീനിങ് പരിപാടി കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങനെയാണല്ലോ ഓണം വരുമ്പോൾ എല്ലാം കൂടി പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമല്ലോ. ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റില്ലെങ്കിൽ ഉടനെ ഞാൻ വിളിക്കണം ഒരേ ഒരു ടീം നമ്മുടെ ജയഗാർഡുകാരാണ്. ഇവരെ ഞാനായിട്ട് പരിചയപ്പെടുത്തണം എന്നില്ല. അവരുടെ സർവീസ് അത്രക്ക് പോപ്പുലർ ആണ് കേട്ടോ. ഇവരെ ക്ലീനിങ്ങിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കണ്ണടച്ച് മാറിയൊക്കെ ഇരിക്കും. അവര് സൂപ്പർ ആയിട്ട് ചെയ്തോളും. ഏതൊരു മുക്കും മൂലയും അവർ ക്ലീൻ ആക്കൂട്ടോ. ഇവർ ക്ലീൻ ആക്കി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും പൊടിയുടെ ഇടക്കാണോ നമ്മൾ ഇത്രയും നാൾ ജീവിച്ചത്. അതുപോലെ ആയിരിക്കും അവർ ക്ലീൻ ആക്കണം. നമ്മുടെ ബെഡൊക്കെ എടുത്ത് നല്ലോണം വാഷ് ചെയ്ത് തിരിച്ച് കയറ്റി ഡോറ് വരെ അവർ തുടച്ച് വൃത്തിയാക്കട്ടെ. എന്തിനേറെ പറയണം, നമ്മുടെ ബാത്റൂമിന്റെ വാളും സകലതും ശരിക്കും ഇവർ ക്ലീൻ ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട് റീപെയിന്റ് ചെയ്തു. അത്രക്ക് വൃത്തിയായിരിക്കും. നമ്മുടെ ഈ അടുക്കളയിലെ ഷെൽഫൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഭയങ്കര അഴുക്കായിട്ടുണ്ട്. അതൊക്കെ അവർ നല്ല സൂപ്പർ ആയിട്ട് വാഷ് ചെയ്തു. നമ്മുടെ സോഫയൊക്കെ ആണെങ്കിൽ ഷാമ്പു വാഷ് ചെയ്തു. എന്തിനേറെ പറയണു, നമ്മുടെ സ്വിച്ച് ബോർഡ് വരെ തുറച്ചത് ഇതുപോലെ നിലവും ബഫർ ചെയ്ത് ലാസ്റ്റ് പെസ്റ്റ് കൺട്രോളിന്റെ ഇതും അടിച്ചിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അവരിങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഇതുപോലെ വൃത്തികേടായിട്ടുള്ള വീട് എങ്ങനെ അവർ ഭംഗിയാക്കി തന്നു എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം ഗൈസ്. എന്തായാലും ഓണത്തിന് നമ്മളൊക്കെ ഒരു മേക്ക് ഓവർ ചെയ്യണമല്ലോ. നമ്മുടെ വീടിനും ഒരു മേക്ക് ഓവർ അത്യാവശ്യമാണ്. ഓണത്തിനെന്നല്ല, നിങ്ങളൊരു മേക്ക് ഓവർ നിങ്ങളുടെ വീടിന് കൊടുക്കുക, ഒരു ഡീപ് ക്ലീനിങ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരെ കണ്ണടച്ച് വിളിച്ചോളൂ കേട്ടോ. അത്ര സൂപ്പർ സർവീസ് ആണ്, നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്. അപ്പൊ എന്തായാലും ഞാൻ അവരുടെ പേജ് കൊളാബറേറ്റ്